ഒരു 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് രണ്ടുപേരും. എപ്പോഴും ഒരുമിച്ചാണ്ടാവില്ല. പിന്നെ ഫാറൂഖ് ഇല്ലാത്തതിന്റെ ഒരു ദുഃഖമുണ്ട്. ഉത്തരവാദിത്വം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇവിടെ അടിപൊളിയായിട്ടിരിക്കണം. റമദാൻ മാസമൊക്കെയാണ്, നോമ്പിലാണ്. അപ്പോൾ എന്താ മൊത്തത്തിലൊരു ക്ഷീണത്തിലാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 8ാമത്തെ നോമ്പാ തോന്നുന്നു. ഞാൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ. ഇല്ല, അത് നമുക്കിനി നാളെ ഹോളിഡേ ഇല്ല. പിന്നെ ഇനി ഹോംവർക്ക് ചെയ്യണ്ട. ഹോംവർക്ക് ചെയ്തോന്നൊക്കെ. എന്താ 8ാമത്തെ നോമ്പാണ് ഇന്ന്. എത്ര പെട്ടെന്നാണ് തീരുന്നത് അല്ലേ? വീഡിയോ എടുക്കാനൊന്നും തോന്നാറില്ല, എല്ലാം പെട്ടെന്ന് ദിവസം കഴിയുന്നതുകൊണ്ട്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു നോമ്പ് തുറയുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് ആക്ച്വലി ഒരു നോമ്പ് തുറയുണ്ട് MMEയിൽ. MME എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു മലയാളി മംസ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ അതൊരു ഗ്രൂപ്പാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിലുള്ള ഒരു നോമ്പ് തുറയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആലോചിച്ചത് ഇതെന്നൊരു വീഡിയോ എടുത്താലോ. അപ്പോൾ നോമ്പ് തുറൻ്റെ എടുക്കാമല്ലോ. കാരണം സാധാരണഗതിയിൽ ഫ്രൈഡേ വ്ളോഗ് എടുക്കുമ്പോൾ നോമ്പല്ലല്ലോ, രാവിലെ കഴിക്കുന്നു, ഉച്ചക്ക് കഴിക്കണോ, വൈകുന്നേരം കഴിക്കണോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടിരിക്കുക കേട്ടോ, അതുകൊണ്ട് മുടിയൊന്നും മര്യാദ കെട്ടാൻ പറ്റാത്തത്. അങ്ങനെ അപ്പോൾ ഇനി റമദാനിലാവണോണ്ടേ നമ്മളല്ലാത്ത ദിവസം ഫ്രൈഡേ വ്ളോഗ് എടുക്കണ പോലെയല്ലല്ലോ. റമദാൻ്റെ ആകുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഫ്രൈഡേ ആണെങ്കിൽ രാവിലെ ഉറങ്ങുക, ഉച്ചക്ക് ഉറങ്ങുക, വൈകുന്നേരം പിന്നെ ഇഫ്താറിൻ്റെ ടൈമിൽ മാത്രമാണല്ലോ എന്തെങ്കിലും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വ്യാഴാഴ്ച ഇന്നൊരു ഇഫ്താറുണ്ട് MMEൻ്റെ. ഞാനും ഹസ്നയും കൂടെ പോണത്. അപ്പോൾ ഞാൻ റെഡിയാണ്. ഇനി ഷുട്ടൂനും കൊണ്ട് അവിടെ പോയി ഷുട്ടൂനെ അവിടെ ആക്കി ഞാനും ഹസ്നയും കൂടെ MMEയിൽ പ്രോഗ്രാമിന് പോവാം. അതാണ് പ്ലാൻ. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇഫ്താറൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് ഫാറൂഖ് ഇവിടെ ഇല്ല. ഫാറൂഖ് നാട്ടിലൊരു ഫാമിലിയിലൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കഴിഞ്ഞ 2 വീക്സ് ആയിട്ട് നാട്ടിലാണ്. അതുകൊണ്ട് മൊത്തത്തിലൊരു ക്ഷീണത്തിലാണ് ഞാൻ. എന്ന് വെച്ചാൽ നോമ്പിന് ഫാറൂഖ് ഇല്ലാതെ ഇത് ആദ്യമായിട്ടാണ്. അതുപോലെ ഇത്ര ദിവസം എനിക്കൊന്നൊരു 2 ആഴ്ചത്തോളമായി ഫാറൂഖ് പോയിട്ട്. ഒരു 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് രണ്ടുപേരും. എപ്പോഴും ഒരുമിച്ചാണ്ടാവില്ലേ. ലീവിന് പോകുമ്പോഴും ഒരുമിച്ചാണല്ലോ പോവുക. അപ്പോൾ എനിക്കൊന്നും ഒരു 6 വർഷത്തിന് ഞാൻ ഇവന് പ്രഗ്നൻ്റ് ആയി ഡെലിവറിക്ക് പോയ സമയത്താണ് നമ്മൾ അത്രയും ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത്. ഒരു 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇത്ര ഗ്യാപ്പ്. അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണം എനിക്കുണ്ട്. അപ്പം അതും വ്ളോഗിങ്ങിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ബട്ട് എനിവേ എന്തായാലും ഇന്ന് ഒരു നോമ്പ് തുറയുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് പിന്നെ രാത്രി നമ്മളെന്തായാലും മറ്റേ അത്താഴം കഴിക്കാൻ പോകും. അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ അത്താഴം കഴിക്കാൻ പോയി. പിന്നെ അതും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഒന്ന് ഫുഡ് ബുക്കൊന്നും ഒന്ന് നിസാർ കാസിനൊക്കെ കഴിച്ചു. 2 അത്താഴം. ഇന്ന് എവിടെ പോകാമെന്ന് അറിയില്ല. മിക്കവാറും ഫുഡ് ബുക്ക് ആയിരിക്കും. കാരണം അവിടുത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നല്ല അടിപൊളി സെറ്റ് അത്താഴമായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ നോമ്പ് തുറ ചെയ്യാൻ പറ്റും. പിന്നെ രാത്രി അത്താഴം കഴിക്കാൻ പോണത്. ഇനി നാളെ റാഫിഖാൻ്റെ നോമ്പ് തുറയാണ്. അപ്പോൾ അത് ഉൾപ്പെടുത്താം. പിന്നെ ഇനി അങ്ങോട്ട് ഫുൾ നോമ്പ് തുറയാണ്. വെള്ളി കഴിഞ്ഞ തിങ്കളാഴ്ച എംകട്ടിൻ്റെ, അതായത് നമ്മളെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൻ്റെ അവരുടെ വക ഒരു നോമ്പ് തുറയുണ്ട്. അത് കഴിഞ്ഞ് ഇലൈറ്റിൻ്റെ വക. അങ്ങനെ ഇനി അങ്ങോട്ട് നോമ്പ് തുറൻ്റെ കാലമാണ്. സോ ഇനി ഞാൻ മാക്സിമം അതൊക്കെ ഇൻക്ലൂഡ് ആകാൻ നോക്കാം. ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വെള്ളിയാഴ്ച നോമ്പ് തുറയും, പിന്നെ വേണമെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് തുറയും കൊണ്ട് നിർത്താം. നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ പോകണം. മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അല്ല ഷുട്ടു, നമുക്ക് പോയാലോ? പോവാ. ഷുട്ടു ടീത്ത് പോയി അല്ലേ? 1 മോർ ടീത്തും കൂടെ പോയില്ലേ? ഷോ ചെയ്യേ. യെസ്. ഇപ്പം എത്ര ടീത്ത് പോയി പൊന്നു? 3 പോയി. 2 ന്യൂ വരുന്നുണ്ട് ഇല്ലേ? 2 വരുന്നില്ല ന്യൂ പുതിയ ടീത്ത്. ദിസ് വൺ 1, ദിസ് വൺ 2 അല്ലേ? 5 ടീത്ത്. എന്ത് 5 ടീത്ത്? 3 ടീത്ത് പോയി. 2 ടീത്ത് ന്യൂ വരുന്നു. കോയിന് കിട്ടിയിട്ടുണ്ടല്ലോ. കോയിന് ടൂത്ത് ഫെയർ വന്ന് കോയിനെ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. അതുണ്ട്. അത് ഷൂട്ടിൻ്റെ ബാഗിലുണ്ട്. പോവാം. ഇനിയിപ്പോൾ ലേറ്റ് ആവുന്നില്ല, പോകണം. ഫുഡ് ലാൻഡ് വെച്ചിട്ടാണ് MMEൻ്റെ നോമ്പ് തുറ. ഓക്കെ, ബൈ. സേ ബൈ ഷുട്ടു. ബൈ. ഔട്ട്ഫിറ്റ് ഒന്നും ആക്ച്വലി കാണിച്ചു തരാൻ പറ്റിയില്ല.
കണ്ണുണ്ടല്ലോ ചുട്ടോ. എവിടെ ഇരിക്കാ? ബാക്കിലിരിക്കാൻ പോലും ഫാസ്റ്റ് ആയിട്ട് പോകണം. ഫാസ്റ്റ് ആയി വാ. ഓരോ സമയത്ത് ഓരോ പരിപാടി. ഓക്കെ പോണു. കേറിയിരിക്കും. ഒന്ന് ഇരിക്കെന്റെ ചുട്ടോ. Okay. Please, can we go away? Okay, Mama, stand here. Hey, do not follow me. Please, I want to come also. No. No, I can go myself. Okay, then show me. അവനൊറ്റക്ക് ഇവിടെ വരാനൊക്കെ അറിയാന്ന് പറയണം. ആക്ച്വലി ഇവനെ ഡ്രോപ്പ് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ താഴെ അവനാക്കിപ്പോയാൽ ശരിയാവില്ല, മുകളിൽ കൊണ്ടേ ആക്കണം. അപ്പോൾ അവന് സമ്മതിക്കില്ല. ഐ ക്യാൻ ഡൂ ബൈ മൈ സെൽഫ്. ഇതാണ് ഫ്ലാറ്റ്. ആക്ച്വലി ഇത് ഫ്ലാറ്റ് കയറാൻ ഏറ്റവും ഈസി വഴി ഇതിൻ്റെ സൈഡിൽ കൂടെ പോണതാണ്. ഹെവി അല്ലേ അത്? ഹെവിയല്ല. ഇവനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ. അപ്പം അവൻ പറയണേ ഐ ക്യാൻ ഡൂ ബൈ മൈ സെൽഫ്. ഏതാ ഫ്ലോർ? ചുറ്റു പറ. യുവല്ലേ ചുറ്റു അതെനിക്ക് വിടും. അപ്പം അവൻ പറയാ ഐ നോ ഹൗ ടു ഗോ എന്നൊക്കെ. അല്ല ചുറ്റു, ആക്ച്വലി കുറച്ച് വലുതായിട്ട് വേണം ഇവിടെ താഴെ ഇറക്കിയിട്ടൊക്കെ പോയാൽ എനിക്ക്. ഇപ്പം അതിനുള്ള ധൈര്യം നമുക്കില്ല. ഓക്കെ, ഷുഡ് ബിഗ് ബോയ് ആയിട്ട് വിൽ ഡു സെയിം ലൈക്ക് ദാറ്റ്. ഓക്കെ. I can reach 5 feet. How you do? Yes. I like. Okay. ഇവിടെ ഇവനാക്കിയിട്ട് വേണം അസ്നന്റെ അടുത്ത് എനിക്ക് പോവാൻ. എന്തെല്ലാം കഷ്ടപ്പാടുകൾ. ഹാപ്പിയാണോ ടു പ്ലേ വിത്ത് ഇന്നാൻ ബ്രദർ? ഇതാണ് ആ സാമ്രാജ്യം. ഇവിടെ ആരാ ഉള്ളത്? അയ്യോ, ശല്യം വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇന്നു നോമ്പ് വെച്ചിട്ട്? ഒരു ശല്യമാണടി. ഇന്ന ഈ ഒന്ന് അവിടെ പോയി നോക്ക്. എന്താ ആ റൂമിലൊന്ന് പോയി നോക്ക് എങ്ങനെയുണ്ടെന്ന്. അതൊന്നുമില്ല, ഞാൻ നോക്കിയില്ല. എങ്ങനെയുണ്ട് നോമ്പില്ലോ? രസമുണ്ട്. നോട്ട് ബാഡ്. എത്ര നോമ്പ് ഇന്നു? ഇന്ന് ഫുൾ എടുത്തു. ഇന്ന് എത്ര എടുത്തു? ഫുൾ. നോമ്പ് കാലത്ത് ഫുട്ബോൾ കളിക്കാൻ പറ്റാത്തതിൽ സങ്കടം ഉണ്ടോ ഇന്നു? അതെ. പിന്നെ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? പഠിപ്പ് എങ്ങനെയുണ്ട്? സ്കൂളിൽ ഞങ്ങൾക്ക് എക്സാം വരികയാണ്. ഹൗ ഇസ് ദ സ്റ്റഡീസ്? എന്തൊരു ശല്യടി ഇവളെ കൊണ്ട്. ഇവളൊന്നും ഒഴിവാക്കുന്ന കേട്ടാ. ഇന്ന് അവിടെ പോയി കളിക്ക്. എന്റെ വൈബിന് പറ്റിയ വ്ളോഗല്ലത്. എന്റെ വൈബിന് പറ്റിയ വ്ളോഗിന് ഞങ്ങൾ വരണ്ട്. ഓക്കെ. അവൻ ഞെട്ടിയടി. അവൾ ആദ്യം പറഞ്ഞേ കീച്ചയും മാത്രം മതി വേണ്ടെന്ന്. നിനക്കാണ് ബാഗ് എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവളെ എക്സ്പ്രഷൻ കാണായിരുന്നു. വേണമെങ്കിൽ എന്നാ എനിക്ക് തന്നേക്ക്. തന്നോ? വേണമെങ്കിൽ എനിക്ക് തന്നോ? എനിക്ക് തൂക്കിയിടാന്നോ? അതുവരെ ഒക്കെ വേണ്ടി വന്നില്ലേ? അടക്കാന്ന് പറഞ്ഞപ്പോ അവളെ സ്വഭാവം മാറി. മതി, അത് ഓൾറെഡി കണ്ടതായിരുന്നു. 2 പ്രാവശ്യം കണ്ടത്. രാത്രി എന്താ പരിപാടി? രാത്രി എന്താ നമ്മളെ പരിപാടി? ഇന്ന് നോമ്പ് തുറ കഴിഞ്ഞിട്ട് അത്താഴം കഴിക്കാൻ പോവാം. എന്തൊരു കഷ്ടപ്പാട്. ഫാറൂഖ് അങ്കിൾ ഇല്ലായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ ഇന്നു? എത്ര മിസ് ചെയ്യുന്നുണ്ട്? 95. അല്ല
ആ സ്പോർട്സിന്റെ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഫറൂഖ് ഫോട്ടോ ചോദിച്ചിരുന്നു. നീ അയച്ചു കൊടുത്തായിരുന്നോ? അയച്ചു കൊടുക്കാം അങ്ങട്ടാ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഇവര് മൂന്നുപേരും ഞങ്ങൾ കൊണ്ടുപോണില്ല. ഇത് ലേഡീസ് ഓൺലി പാർട്ടിയാണ്. നിന്നെ ഞങ്ങൾ ലേഡി ഇപ്പൊ തൽക്കാലം കൂട്ടുന്നില്ല. ഇന്ന് ട്യൂഷൻ ഉണ്ട്. ഇന്ന് 2 ട്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ ബൈ ബൈ. അത്താഴത്തിന് കാണാം. ടുബിയും ബേബി ഷവർ ഒന്നല്ലേ? അല്ല, മാം തുബിനെ കുത്തിട്ട് മാത്രമാവുന്നതാണ് മാം തുബി. ബേബി ഷവറോ? ബേബി ഷവർ മീൻ ബേബിക്ക് ഒരു ഷവർ കൊടുക്കാം. പെരുന്നാൾക്ക് പോവാണോ? പെരുന്നാൾ ഡ്രസ് ഇതാണോ അസ്റ്റ? പെരുന്നാൾ ഡ്രസ് ഇതാ? തന്നെ so that's why it is described that day will be equivalent to 50,000. Towards the gates of heaven, and there തിരക്കാവുന്നു. ചില ഏരിയകളിൽ തിരക്കുണ്ടാവും. one of the processes is drinking from Al-Kawthar, which is a spring. So these two things need to be together aligned in that mention the destroyer of the ആരും കാണാനില്ലല്ലോ. സൗണ്ട് കേൾക്കണ്ട്. കൊള്ളാം. എന്താ അടിപൊളി സെറ്റപ്പാണ്. നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇത് റൂ ഹൗസേ തോന്നണു. കട്ട് ഫ്രൂട്ട്സ്, സ്നാക്സ് എല്ലാം ഉണ്ട്. സൊസൈറ്റിയിലെ അമ്മച്ചിമാർ, ഈ കുടുംബശ്രീയിലെ അമ്മച്ചിമാർ. ബാക്കി എല്ലാ അമ്മച്ചിമാരും ഈ ലോകത്തിൻ്റെ ഒരു പോക്ക്. എനിക്ക് എന്താ
ആ പാട്ടിൽ ഏതോ സ്ട്രോബെറി പോരാ പോരാ അത് പോരാ സ്ട്രോബെറി പോരാ ഇത് പോരാ ഇത് ഒരു ഓക്കെ ഓക്കെ സ്ട്രോബെറി മാത്രമേ ദിസ് വൺ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ കയ്യിൽ വെക്കാം ഓക്കെ ഓക്കെ സ്ട്രോബെറി ഉള്ളതും കൊള്ളാൻ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ ഇത് ഓക്കെ ഓക്കെ ഇത് കുഴപ്പമില്ല ഇതത്ര പോരാ നമ്മുടെ മറ്റെത്ര പോരാ സാഫ്രോൺ അതിലാണ് രസമുണ്ട് ബാക്കി രണ്ടും എനിക്കിത് രണ്ടും ഇഷ്ടമായിരുന്നു ഇതൊക്കെ ഒരെണ്ണം സ്ട്രോബെറി മുകളിലുള്ള ടൈപ്പ് സാധനം ഒരെണ്ണം ഇത് എന്താന്ന് മനസ്സിലായില്ല കസ്റ്റാർഡ് സംതിങ് കസ്കസ് ഉണ്ട് പിന്നെ ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് അടുത്തുള്ള പനോരമ മാൾ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് അല്ലേ അതെ മറ്റേ നല്ല ഇങ്ങനെ ഇതാ ഭംഗി അറിയണില്ല അല്ലേ നേരിട്ട് ഇതിലേറെ ഭംഗിയുണ്ട് നേരിട്ടല്ല പക്ഷെ ആ ഫീലാണ് കൂടുതൽ അല്ലേ അതിരപ്പള്ളി പോയ പോലെ അതെ നല്ല സുഖം അയ്യോ രസമുണ്ടോ എന്നിട്ട് അതിനെ കയറി വരുന്നാൽ നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പർദ്ദ നോക്കാൻ വന്നതാ പനോരമ മാളിൽ നല്ല ഓഫറിൽ പർദ്ദ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അബായ ഫയർ റിയാലിനുണ്ട് എന്ന് കേട്ട് വന്നതാണ് നോക്കി നോക്കാം ചുമ്മാ രസം എവിടെ അതിവിടെ അല്ലേ നമ്മള് പോവാൻ വെച്ച എന്തൊരു തിരക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഗൈസ് അവിടെ ഒന്നുമില്ല ഫുൾ തരവ് അയ്യോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് ലെങ്ത് ഉണ്ടാവില്ല ലെങ്ത്തിന് കൈ ഉണ്ടാവില്ല
അതായത് ഒരു ടീം തന്നെ കുറേ എടുക്കുക. ഇവിടെ എനിക്ക് മറ്റേ SM സ്ട്രീറ്റിലൊക്കെ അത് മറ്റേ അതായത് വെറുതെ ഇരിക്കുന്നില്ല. അതെ, നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോ ആ സമയത്ത് അവർ അധ്വാനിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ പനോരമ, കൊള്ളാം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, After tuition. യെസ്. ഞങ്ങളെ രീതിയിൽ ഞങ്ങൾ ഇഫ്താറിന് പോയി. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. നോമ്പ് തുറക്കണ സ്നാക്ക് ഐറ്റംസ് അത്ര അടിപൊളിയായിരുന്നില്ല, എന്നാലും മറ്റേ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ അധികം കഴിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇഫ്താർ? കൊള്ളായിരുന്നു. സ്നാക്സ് കാലശാലത്ത് സമോസയൊക്കെ കൊള്ളായിരുന്നു. നല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ കൂടെ ഇന്ന് പുതിയൊരു അവതാരം കൂടെ ഉണ്ട്. യാഷി, എങ്ങനെ ഉണ്ടായിരുന്നു ഇഫ്താർ? എന്തായിരുന്നു കഴിക്കാനുണ്ടായിരുന്നേ? പിസ്സ, ഓക്കെ കേക്ക്, ഓക്കെ. മുസംബി ജ്യൂസ്, ആപ്പിൾ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഇഫ്താർ പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പർദ്ദ നോക്കാൻ വേണ്ടിയിട്ട് പനോരമ മാളിൽ പോയി. അവിടെ നിന്നും കിട്ടിയില്ല. നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് കേൾക്കണം എൻ്റെ ഇന്നുവോ, എൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും പർദ്ദ നോക്കാൻ പോയിരിക്കുകയാണ് റുവിയിലേക്ക്. ഒരു ക്ഷീണവുമില്ല. എന്താണ് എൻ്റെ അമ്മ കഴിക്കണത്? നമ്മൾ കഴിക്കണ മാത്രമല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അല്ല, ഇന്ന് നിങ്ങളുടെ കൂടെ ഇഫ്താറിന് ആ സാധനത്തിനല്ലേ ഞാനും കഴിച്ചത്. ഞാൻ തളർന്നടോ. അവിടുന്ന് കഴിഞ്ഞ് ആ പനോരമ മാളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെച്ച് കുറച്ച് നേരത്ത് കിടക്കാം, പിന്നെ ഒന്ന് തറാവിയൊക്കെ നിസ്കരിക്കണ്ടല്ലോ, പിന്നെ ഒന്ന് ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കാം. ആളപ്പോഴും ആക്റ്റീവ്. ആളപ്പം തന്നെ അശ്വിനേറ്റ് ഇനി പർദ്ദ എടുക്കാൻ പോവാ പറയുന്നു. എനർജി മൂഡാണ്. അപ്പം ഇന്ന് അത്താഴം കഴിക്കാൻ പോകണ്ടാവോ? അങ്ങനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് പോയി തറാവി അല്ലല്ലോ, ഇഫ്താറിൽ പോയി. അത് കഴിഞ്ഞ് പനോരമ മാളിൽ പോയി. ഇപ്പോൾ വീട്ടിലേക്ക് വന്നു. ഞാനിവിടെ നിന്നു. അസ്നയും ആശയും കൂടെ ഇപ്പം പർദ്ദ നോക്കാൻ വേണ്ടിയിട്ട് റുവി ആ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. എനിക്കിനി തറാവി ഉണ്ട്. തറാവി ഉഷാദ് കഴിയുമ്പോഴത്തിന് അവർ വരുമായിരിക്കും. എന്നിട്ട് അത്താഴത്തിന് പോവുകയാണെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യാം. അറിയില്ല, കാരണം ചുട്ടും ഉറങ്ങി ഞാൻ എണീക്കുകയാണെങ്കിലൊക്കെ ഞാൻ പോകുന്നുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ. അപ്പം ശരി, നിസ്കരിക്കാനൊക്കെ പോട്ടെ. ഇന്ന് ആക്ച്വലി ഫ്രൈഡേ ആണ്. ഇന്നലെ ബാക്കി എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇഫ്താർ കഴിഞ്ഞു, കറങ്ങാനൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് അസ്നയും അഷിയും കൂടെ പർദ്ദ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പോയി. അപ്പം ഞാൻ വെച്ചാൽ ഒന്ന് കിടന്നേക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ ഒന്ന് ഇരുന്നു. പിന്നെ എനിക്ക് പുറത്ത് പോകാൻ പറ്റിയില്ല. മീൻസ് ബാക്കി എല്ലാവരും അത്താഴത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഷുട്ട് കിടന്നുറങ്ങി. യെസ് അല്ലേ? ഇന്നലെ സ്ലീപ്പി ആയി. എന്നിട്ട് എല്ലാവരും പോയി അത്താഴത്തിന്. ഷുട്ടിന് പോകാൻ പറ്റിയോ? ഇല്ല. ഇവന് ഉറങ്ങിയപ്പോൾ പിന്നെ ഞാനും തന്നെ പിന്നെ പുറത്ത് പോയില്ല. ഫറൂഖ് ഉണ്ടെങ്കിൽ പിന്നെ ഉറക്കത്തിലും കൊണ്ടുപോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവൻ ഉറക്കത്തിൽ കൊണ്ടുപോയി മാനേജ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് അത്ര ധൈര്യം വന്നില്ല ഒറ്റക്ക്. അഥവാ ഉറക്കത്തിലൊക്കെ ഞാൻ എടുത്തു കൊണ്ടുപോയി ആളെങ്ങാനും അലമ്പായ തീർന്ന്. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്നാണ് റാഫിഖാൻ്റെ നോമ്പ് തുറ. അപ്പം അങ്ങോട്ട് പോകാനുള്ള സെറ്റപ്പിലാണ്. ഇന്ന് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നൊരു 4:30 ആയിട്ടുണ്ടാവുള്ളൂ. ഇന്ന് പോണ വഴിക്ക് ഹസ്ബൻഡ് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. എല്ലാ വീഡിയോയിലും ഹസ്ബൻഡ് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാവും. അവളൊരു ജസ്റ്റ് ഫോട്ടോ എടുത്ത് കൊടുക്കാനുണ്ട് ഒരു ഡ്രസ്സിൽ. നല്ലൊരു ഔട്ട്ഫിറ്റാണ് അവളത്. പക്ഷെ അത് അവൾ ഇട്ടിട്ടുണ്ട് മുൻപ്. പക്ഷെ അന്ന് ഇട്ട സമയത്ത് ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരാതി തീർക്കാൻ ഇന്ന് പോണ വഴിക്ക് ജസ്റ്റ് എവിടെയെങ്കിലും 1-2 ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ നേരെ ഇഫ്താറിന് പോവാം. അപ്പോൾ ഇന്ന് മാക്സിമം ഞാൻ ഇഫ്താറിൻ്റെ ഇതൊക്കെ കവർ ചെയ്യാൻ നോക്കാം. അറിയില്ല, കാരണം ഫാറൂഖ് ഇല്ലാത്തതുകൊണ്ട് ഈ ചെക്കനെ ഞാൻ ഒറ്റയ്ക്ക് വേണം മാനേജ് ചെയ്യാൻ. ദിസ് ചെക്കനെ
സോ എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം ക്ലിപ്സ് എടുക്കാം അല്ലേ? പോവാം. എവിടേക്ക് നമ്മൾ പോകണത് ചുട്ടു? ബീച്ചോ പാർക്ക്? ഓക്കെ, അപ്പം അങ്ങനെ ശരി. ഔട്ട്ഫിറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. ഇല്ല, അതിലാണ് പൊന്നോ. അതായത് ഇത് ആക്ച്വലി എൻ്റെ പർദ്ദൻ്റെ ഒരു കോട്ടാണ്. അത് ഞാൻ ചുമ്മാ ഒരു സ്കേർട്ടിൽ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്ത് ട്രൈ ചെയ്യേ. സ്റ്റക്കല്ല. പ്രസ് ചെയ്തില്ല ചുട്ടോ. ഓക്കേ, ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ മനസ്സിലോ എവിടെ പോവാ? പാർക്ക് ഒന്ന് ഇവിടെ ട്രൈ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് പള്ളിന്റെ ബാക്ക് കൊണ്ട് വേണ്ട, പക്ഷെ എന്തെങ്കിലും വേണ്ട, എന്തെങ്കിലും ഒരു വേണം. പുല്ല് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കവാടങ്ങൾ എന്തെങ്കിലും, ഇതും ഒക്കെ ആയിരിക്കും. പക്ഷെ അല്ലെങ്കിൽ ആദ്യം ഒന്ന് അവിടെ പാർക്ക് ചെയ്യാം. നേരെ അങ്ങോട്ട് പോയിട്ടൊരു പാർക്കിംഗ് ഉണ്ട് അവിടെ ഇട്ടാലോ? എവിടെ? കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. പാർക്കിൽ ആക്ച്വലി എത്തി. ഇവിടെയാണ് ആക്ച്വലി നോമ്പ് തുറ, അവിടെയാണ് സെറ്റപ്പ്. നിസാർക്കാസ് എന്നാണ് നോമ്പ് തുറ. ഓക്കെ ഓക്കെ. ഫാറൂഖ് ഇല്ലാത്തതുകൊണ്ട് ഷുട്ടുനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ആക്റ്റീവായി നിർത്തിപ്പിക്കുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ പാർക്കിൽ നിന്നിരുന്ന് ആക്ച്വലി നമ്മൾ ന്യൂ ഇയർ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും എത്തുന്നുള്ളൂ. ഷുട്ട് ഇതാ വരുന്നു. ഇത് ഇന്ന് ഇന്നുവിൻ്റെ നോമ്പ് തുറയാണ്. എല്ലാരും വരുന്നേ ഉള്ളൂ, നമ്മള് ജസ്റ്റ് നേരത്തെ എത്തിയേ ഉള്ളൂ. അങ്ങനെ 5:30 ആയിട്ടുള്ളൂ സമയം. 6:10 6:10 ബാങ്ക്. 6:13 ബാങ്ക്. അങ്ങനെയൊക്കെ കൊള്ളാം. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. ഒരു ഓട്ടം കിൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്. ഇവിടെ ഇരിക്കട്ടെ. കൊള്ളാം. യെസ്, മമ്മ എടുക്കുക. ഓക്കെ, കൊള്ളാം. കറക്റ്റ് നോമ്പ് നോറ്റ മുഖം. അങ്ങനെ എല്ലാവരും വരുന്നേ ഉള്ളൂ. നോമ്പൊക്കെ ആയതുകൊണ്ട് പൊതുവെ ഒരു എനർജി കുറവാണ്. മൊത്തത്തിലൊരു എനർജി കുറവാണ് എല്ലാവർക്കും. പിന്നെ ഫാറൂഖ് ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖമുണ്ട്. പുന്നു ടയർഡായില്ലേ? മമ്മ കണ്ടു, അത് സൂപ്പർ ആയിരുന്നു. ഐഷു, സേ ഹായ് ടു ഐഷു. ഓരോ ടീംസ് ഒക്കെ വരണേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വേറൊരു ബാനു ഒക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. തൊലിച്ചെടി വരുന്നുണ്ട്. അതെ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറെ തൊലിച്ചെടി വരുന്നുണ്ട്. മൈൻഡ് ആക്കണം. ഈ ഭാഗത്തേക്ക് അധികം അറിയുന്ന ആരുമില്ല, അതുകൊണ്ട് ബാനുള്ള ഇടത്തേക്ക് പോവാണ്. അതാ തോന്നുന്നില്ലേ ഇവിടെ അങ്ങോട്ടേക്ക്. അതെ അതെ.
ഷൂട്ട് കഴിഞ്ഞ് വരുന്ന മറ്റേ മഞ്ഞ ചുരിദാറൊക്കെ ഇട്ടിങ്ങനെ നിൽക്കില്ല. ഇന്ന് എന്നോട് ഷൂട്ടിന് വരാൻ പറയുന്നു. ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞു, എൻ്റെ ഫ്രീ പരിപാടി കഴിഞ്ഞു. ഇനി എൻ്റെ ഓരോ മിനിറ്റിന് എനിക്കിനി പൈസ വേണം. അത് അത്രേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ തന്നു, ഇനി എനിക്കില്ല, കഴിഞ്ഞു, എനിക്കിനി പൈസ വേണം. അങ്ങനെ പറഞ്ഞു, ഒഴിവാക്കി. The blue. Sorry. ഒന്ന് ശരിയാടാ. വേണ്ട. ആരാടാ റിക്വസ്റ്റ് ചെയ്ത ആള്? കൊള്ളത്തില്ല. അവന് കൊടുക്ക്. മധുരം കുറച്ചിട്ട് ഇടാം അല്ലേ? എല്ലാരും കഴിക്കുന്ന എടുക്കാം. എനിക്കൊരു കഷ്ടം. എന്താ മറ്റേ പാർക്കിൽ ഓർമ്മന്നറിയോ കല്യാണത്തിന് മറ്റേ അവളല്ലേ ബൂസ്റ്റിന്റെ ആള്. അമ്മ ഇത് അടിപൊളി കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അവിടെ എത്തിയില്ലേ? കുട്ടിയില്ല. ഉറക്കത്തൊക്കെ ഞങ്ങൾ എണീച്ചു. മസ്കറ്റിയറെ കറാമ. ഏതാ ഉത്തരവാദിത്വം? അവിടെ ഒന്നും തരൂ. ഓ അടിപൊളി അടിപൊളി. ഇഷ്ടം അത് ഇത് കുറച്ച് പവർ കൂടുതലായിരിക്കും. കാന്താരി എന്താണ്?
എനിക്ക് ചിരി വരാ. എടാ ശ്രദ്ധിക്കട്ടോ കുട്ടീനെ. ആ എരിവാണ് കണ്ടാണെടുക്കാം. കുടിക്കാതെ നിക്കണ്. പച്ചമുളക കറക്റ്റ് മുകളില്. തീർക്കല്ലേ അവസാനം നിൽക്കാൻ എന്റെ കോക്കനറ്റ് എല്ലാരും ഓരോ അതെ. അസ്ന വീഡിയോ പോരാ. ആ എക്സ്പ്രഷനിലെല്ലാം ഉണ്ട്. ഇപ്പൊ എനിക്ക് എത്ര കുടിക്കാൻ ഇത്ര ഇഷ്ടം തോന്നണില്ലല്ലോ. ഒരു എക്സ്പ്രഷൻ അത്ര പോരല്ലോ. അത്ര ഉള്ളൂ അല്ലേ. കുറച്ച് വലിയ ഷുഗർ ക്ലിപ്പ് ചേർക്കാനാണ്. എവിടെ കിട്ടിയോ? ആ അത് നമ്മളതല്ലേ. തീർന്നു. അടിപൊളി സെറ്റ് സാധനം. ആ എരിവിന് ചുണ്ടരിയുമോ? എരിവ് മാറ്റം മധുരം പറയണ്ടോ? ചുണ്ടരിയും ഐഡിയ ആണ്.